ഹലോ എവരിബഡി, ഞാൻ റിച്ച സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഞാനൊരു ഹിന്ദി ചാനൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദി ചാനലിൻ്റെ പേര് MMK ഹിന്ദി. എല്ലാവരും ആ ചാനലും കാണുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പെപ്പർ ചിക്കൻ. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കൻ. ഇത് ബോൺലെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബോൺലെസ് എടുക്കാം, അല്ലെങ്കിൽ എല്ലോട് കൂടിയാണ് അങ്ങനെ എടുക്കാം. 2 മീഡിയം സൈസ് സവോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. 5 പച്ചമുളക്, അതിൻ്റെ വലിപ്പം കുറവാണ്, ചെറിയ പച്ചമുളക് 5 എണ്ണം എടുത്തിരിക്കുന്നു. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് ശരിക്കും പൊടിച്ചിട്ടില്ല, ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. 1 ടീസ്പൂൺ ഉപ്പ്, 1 ചെറുനാരങ്ങ. ഇതിൻ്റെ പകുതിയെ ഞാനിപ്പം എടുക്കത്തുള്ളൂ. ഇത് 15 കാഷ്യൂനട്ട്, അത് ഞാൻ പകുതിയായിട്ട് പിളർന്ന് വെച്ചിരിക്കുന്നു. ഇത് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ. ഇത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈര്. പുളിയുള്ള തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ തൈരിൻ്റെ പുളിയും ചെറുനാരങ്ങയുടെ പുളിയും എല്ലാം കൂടെ ആയി കഴിയുമ്പം ചിക്കൻ അപ്പടി പുളിയായിരിക്കും. ഇത് 1 കപ്പ് വെള്ളം. ഈ ചിക്കനിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ പകുതി ഞാനിടുന്നു. ഉപ്പും 1/2 ടീസ്പൂൺ ഇടുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പകുതി ഇടുന്നു. ഇനി ഇത് കൈകൊണ്ട് തന്നെ ഞാൻ ശരിക്കും മിക്സ് ചെയ്യുന്നു. നിങ്ങൾ ബോൺലെസ് ചിക്കൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുക്കിംഗ് ടൈം കുറവായിരിക്കും. ഒരു 5 മിനിറ്റ് നേരത്തെ ബോൺലെസ് ചിക്കൻ നിങ്ങൾക്ക് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചെറുനാരങ്ങ നീരൊഴിക്കുന്നു. 1 നാരങ്ങയുടെ പകുതിയുടെ ജ്യൂസ്. ഇനി ഞാനിത് മിക്സ് ചെയ്യുന്നു. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക. സമയം കുറവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവറെങ്കിലും നിങ്ങളത് ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അടുത്ത സ്റ്റെപ്പ്, ഗ്യാസ് ഓൺ ചെയ്തു. ഈ പാനിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ചു. ഈ എണ്ണയൊന്ന് ചൂടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി, നമുക്കിതിലേക്ക് സവാള ഇടാം. പച്ചമുളക് ഇട്ടു. ഇതിൻ്റെ പകുതി കാഷ്യൂനട്ട് ഇട്ടു. ഇനി നമുക്കിതൊന്ന് കുക്കാവുന്നിടം വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ സവാള ട്രാൻസ്പെറൻ്റായി, ബാക്കി പച്ചമുളകും അണ്ടിപ്പരിപ്പും എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇത് കണക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് വെക്കുന്നു, ഈ പാത്രത്തിലേക്ക് ഇടുന്നു. നമ്മൾ കുറച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ കൊണ്ട് ഫ്രൈ ചെയ്തതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം, ലോ മീഡിയം ഫ്ലെയിമിൽ നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. 1 മണിക്കൂറായി, നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണയൊന്ന് ചൂടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഈ ചിക്കൻ ഞാൻ ഇതിലേക്ക് ഓരോന്നായിട്ടിടുന്നു. മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നു. ഉടനെ തന്നെ ഞാനിതൊന്ന് 1 പ്രാവശ്യം ഒന്ന് മറിച്ചിടുന്നു. കാരണം ഇതിൻ്റെ 2 സൈഡിലും എണ്ണ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ നമ്മൾ ഒത്തിരി എണ്ണ ഒഴിക്കേണ്ടി വരും ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി 2 വശവും നമുക്ക് ഒരു 3 to 4 മിനിറ്റ് ഫ്രൈ ചെയ്യണം. 4 മിനിറ്റായി, നമുക്ക് ഇനി ഒന്ന് മറിച്ചിടാം. ഇനി 1 സ്പൂൺ എണ്ണ കൊണ്ട് നിങ്ങൾക്കിത് വറുത്തെടുക്കാൻ പറ്റും. കാരണം ഈ ചിക്കൻ്റെ ഒരു സ്വല്പം എണ്ണ ഇറങ്ങും. എണ്ണ എന്ന് പറഞ്ഞാൽ ഓയിൽ ഇറങ്ങും. ഇനി ഞാനിത് കവർ ചെയ്ത് ഒരു 4 മിനിറ്റും കൂടെ ഫ്രൈ ചെയ്യുന്നു. 2 വശവും 4 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്തു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഈ ചിക്കൻ ഈ പ്ലേറ്റിലേക്ക് എടുക്കുന്നു. ഗ്യാസ് ഓൺ ചെയ്യുന്നു. ഈ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ 1
ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി. ഇതിലേക്ക് ഞാൻ ആദ്യം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നു. കാരണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാള മിക്സർ ഓൾറെഡി വെന്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റോയാണ്, അത് വെന്തിട്ടില്ല. അപ്പോൾ ആദ്യം ഇതിടണം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു മിനിറ്റായി. ഇതിലേക്ക് ഞാൻ ഈ പേസ്റ്റ് ഇടുന്നു. ഈ ഉള്ളിയും കാജുവും പച്ചമുളകും എല്ലാം കൂടി ഇട്ട പേസ്റ്റ് നമ്മൾ ഇനി ഒരു 3-4 മിനിറ്റ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യുക. ഇത് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഈ ചിക്കൻ ഇടുന്നു. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാനൊരു 3 മിനിറ്റ് പിന്നെ മിക്സ് ചെയ്യുന്നു. 3 മിനിറ്റായി. ഇനി ഞാൻ മിക്സിയുടെ ജാറ് കഴുകുകയും 1 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നു. ലോ ഫ്ലെയിമിൽ ഞാൻ ഇതൊരു 3 മിനിറ്റ് വേവിക്കുന്നു. ഈ കാഷ്യൂനട്ട് കുറച്ച് നമ്മൾ വെച്ചിരുന്നത് ഞാൻ ഇതിലേക്ക് ഇടുന്നു. തൈര് ഒഴിക്കുന്നു. ഇതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി ഇടുന്നു. ബാക്കി ഇരുന്ന് ഉപ്പ് ഇട്ടു. ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു 10 മിനിറ്റ് വെച്ച് വേവിക്കാം. 10 മിനിറ്റായി. നമ്മുടെ പെപ്പർ ചിക്കൻ ആയിട്ടുണ്ട്. ചിക്കൻ വെന്തോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ്റെ ലെഗ് പീസ് എടുത്ത് ലെഗ് പീസ് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലെഗ് പീസ് എടുത്ത് നോക്കിയാൽ മതി. ആ ലെഗ് പീസിൽ അതിൻ്റെ അറ്റത്ത് നിന്നും ദശ വിട്ടിരിക്കും. ലെഗ് പീസ് ഇത് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെപ്പർ പൗഡർ ബാക്കിയുള്ളത് ഇടുന്നു. ഇൻഗ്രീഡിയൻസ് കാണിക്കാൻ മറന്നുപോയ ഒന്നുണ്ട്. അത് കസൂരി മേത്തി. കസൂരി മേത്തി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇടുക. ഇല്ലെങ്കിൽ ഇട്ടില്ലേലും കുഴപ്പമില്ല. മിക്സ് ചെയ്യുക. ഇത്രയും ഗ്രേവി വേണം. ഇത് തണുത്ത് കഴിയുമ്പം ഇത് കുറച്ചുകൂടി അങ്ങോട്ട് കുറുകും. ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ ഈസ് റെഡി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.